അസ്സലാമലൈക്കും. കോഴിക്കോടിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രധാന റീൽസിലൊക്കെ കാണുന്ന ഒരു ഹിറ്റായ സ്ഥലത്താണ് പോകുന്നത്, കരിയാത്തുംപാറ. ഇവിടെ എന്തൊക്കെയാണുള്ളത്, ടിക്കറ്റ് റേറ്റ്, ടൈമിംഗ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പ്രത്യേകമായി റെക്കമെൻഡ് ചെയ്യുന്നത് ഫാമിലീസിനും കുട്ടികൾക്കുമാണ്. വെള്ളത്തിൽ നിന്ന് കളിച്ച് ഉല്ലസിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. എവിടെ ക്യാമറ വെച്ചാലും നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടുന്നു. അത്രയ്ക്കും നല്ല മനോഹരമായൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറം തോണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെയോ അവിടെ ഒരേ സെയിം ടിക്കറ്റ് റേറ്റ് തന്നെയാണ് ഉള്ളത്. കരിയാത്തുംപാറ പോകുന്ന റൂട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ താമരശ്ശേരി വന്നതിന് ശേഷം വയനാട്ടിലേക്ക് പോവുക റൈറ്റ് സൈഡിലോട്ടാണ്. ഇത് റൈറ്റിലേക്കല്ലേ പോവേണ്ടത്, ലെഫ്റ്റിലേക്കാണ്. അവിടുന്ന് എസ്റ്റേറ്റ് മുക്ക് പോവാൻ നേരെ പോയാൽ തലയാട് എന്ന സ്ഥലത്തെത്തുവേ. അവിടെ കരിയാത്തുംപാറ വ്യൂ പോയിൻ്റ്, ഇഷ്ടംപോലെ ദിശാസൂചികളൊക്കെ അവിടെ ഉണ്ടാവുമേ. ഇടയ്ക്കിടെ അവിടെയൊക്കെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, എന്നാലും സൈഡിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്, മുതിർന്നവർക്കുള്ള റേറ്റ് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഉള്ളത്. തോണിക്കടവ് പോകണമെങ്കിലും അപ്പുറമാണ് തോണിക്കടവ് സ്ഥലം. ഇവിടെ എത്തിയാൽ ഫ്രീ മൈൻഡായിരിക്കുമേ. കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ ഫാമിലീസിനും എല്ലാം പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ എടുക്കുക. കുട്ടികൾക്കൊക്കെ പോകുന്നതിനോട് പറയാൻ വിട്ടുപോയി, ഒരു ഡ്രസ്സും കൂടി കരുതലാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ വെള്ളമാവില്ലേ, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടുത്തെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഇവിടുത്തെ ഗൈഡുമാർ പറയും അപ്പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കണേ. കാരണം അപ്പുറം കക്കയുണ്ടാവുമാണ്, അവിടുത്തെ വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല ഒഴുക്കും വരും ഒക്കെ. ഒരു വഴുക്കലുണ്ടാവും ഇവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ അതൊന്നും അവിടെ വലിച്ചെറിയാതെ നോക്കുക. കാരണം അത്രയും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ചീത്തയാകുന്നത് നമ്മൾ കാരണമാവരുത്. പിന്നെ അവിടുന്ന് ഓരോരു ഫോട്ടോ ക്ലിപ്പൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ എൻ്റെ മകൾ ഡ്രസ്സ് എടുത്തിനെ, പക്ഷെങ്കിൽ വണ്ടിയിലായിപ്പോയതിന് ശേഷം അവൾക്ക് എടുക്കാൻ ഒരു മടി. പുതിയ ഡ്രസ്സിൽ തന്നെ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനെ എടുത്തതാണേ. വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. അതിനൊക്കെ കുറേ പിടിക്കാൻ നോക്കി, പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ചില സമയം എന്ന് വെച്ചാൽ ഭയങ്കര ഒഴുക്കലുള്ളൊരു ടൈമായിരിക്കും. ആ സമയം വെള്ളത്തിൽ ഇറങ്ങാത്തത് തന്നെയാണ് നല്ലത്. രാവിലെ ഒരു 10 മണി മുതൽ 5:45 വരെയാണ്. 5:45 കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലായിരിക്കും പ്രവേശിക്കാൻ പറ്റില്ല. അവിടുത്തെ ഗൈഡുമാർ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അവിടെ പോവാനും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും. ചെറിയ മക്കളെയും കൊണ്ട് പോകുമ്പോൾ അത്രയും നല്ലോണം ശ്രദ്ധിച്ച് വേണം ഈ ഏരിയയിലൊക്കെ പോവാൻ. അപ്പുറമൊക്കെ നല്ലൊരു കാടും കുന്നും പോലെയുള്ളൊരു പ്രദേശമാണ്. ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ചെറിയ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ അപ്പുറമൊക്കെ പോകണമെങ്കിൽ നമ്മളുടെ ഡ്രസ്സിലൊക്കെ വെള്ളമാവുന്നതിനനുസരിച്ച് അപ്പുറം പോകാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു പ്രത്യേകം ഒരു ഊട്ടിച്ചായ എന്ന് പറഞ്ഞിട്ടൊരു ചായയുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ വീഡിയോയിൽ ഇടാൻ. ഈ പ്ലേസ് ആസ്വദിച്ചതിന് ശേഷം പുറത്തിറങ്ങിയാൽ നല്ലൊരു അടിപൊളി ഊട്ടിച്ചായയുണ്ട്. ഇവരുടെ മസാല അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് വെറും 5 രൂപയാണേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 എണ്ണം കഴിച്ചേ.